ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇന്നിവിടെ മൂന്നാറാണ്. ഞങ്ങൾ മൂന്നാറിൽ സ്കൈ വ്യൂ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നിൽക്കുന്നത്, സ്റ്റേ ചെയ്യണത്. അപ്പോൾ മോർണിംഗിലെ ഫസ്റ്റ് വ്യൂ ആണ് ഞങ്ങൾ കാര്യം കാണിച്ചു തരാൻ പോണത്. ഒരാൾക്ക് പോയി പല്ലേക്ക് വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മൾക്ക് ഇവിടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അവരെ വിളിക്കാം. തൊട്ടപ്പുറത്താട്ടോ തുറന്നോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഷോയില് മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇതാണപ്പോ ഇവരുടെ റൂമ്. ഇതിന്റെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ട്രാക്കർ Hi, morning. റെഡി ആയിട്ടോ. ഇന്നത്തെ ട്രക്കിംഗ് വൈറ്റ് ഷൂ ബ്ലാക്ക് ഷൂ ആയി. ഇന്നെങ്ങോട്ടാണ് പ്ലാൻ? അറിയില്ല. നോ പ്ലാൻസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. പോവാ. ഫോട്ടോ എടുക്കില്ലേ?
അമ്മ എന്തെങ്കിലും തരണേ. എന്നെ കാണാൻ ഞാൻ മാറട്ടെ. നോ കുടീനെന്താ പറ്റിയ കടീനി? ഓക്കെ താങ്ക് യു. നമ്മൾ താഴത്തേക്ക് പോയി ചെക്ക് ഔട്ട് ചെയ്യണം. പോവാം. എന്ത് ബാഗ് വെക്കാം. ബാഗ് എന്നോടായിരുന്നോ അത് കിട്ടിയിട്ടുണ്ട്. പോകുന്ന ശ്രീലക്ഷ്മി നമ്മൾ വട്ടവട. മനിതറുണർന്ന് കൊള്ള ഇത് മനിത കാതലല്ലേ താണ്ടിപ്പൊരിതമാനത്. രശ്മി നമ്മളിപ്പോ എങ്ങോട്ടാണ്? കുതിരപ്പുറത്ത് കയറാൻ പോവുകയാണ്. എല്ലാരും അല്ല കേറണോ? ശ്രീലക്ഷ്മി അപ്പ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടാ വന്നേക്കണേ. ഇനി നമ്മൾ ട്രിപ്പിൾ ടീ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്.
ഇല്ല അത് പൊട്ടിച്ചോ കുഴപ്പമില്ല 500 പൊട്ടിച്ചോ ഷുഗർ ക്യൂബ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇതിരി വില കൂടുതലാണ്. കാരണം 30 ആവും. മസ്റ്റ് ട്രൈ. എനിക്ക് ഇഷ്ടമായോ? അവിടെ കുഴപ്പമില്ല അതിന് അതായത് പൈനാപ്പിൾ എനിക്ക് ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണേ? നമ്മൾ ബോട്ടിങ്. എന്ത് ഏത് ഡാമിലാ? എന്ത് ഡാമാ? റേഞ്ചിൽ കൂടുതൽ ബുക്ക് ചെയ്തില്ലതേ ഇത് കുണ്ടല കുണ്ട പറയാൻ തെറ്റുണ്ടോ ഡാമിലാണ് അതില് ഫ്രീ ഇങ്ങനത്തെ അല്ലായിരിക്കും നോക്കൂ ഗൈസ്, എന്താണ് ആ കാണുന്നത്? അവിടെ എന്താണ്? എന്താ എന്താ ജാക്കറ്റ് ഇടണം. ബാലൻസ് പോകുന്നു റെസ്റ്റ്, കാലിന് റെസ്റ്റ്. ഈ വഴിയൊക്കെ ഓടിക്കാനുള്ള പറപ്പിച്ചു വിടുവാപ്പാ. ഓർഡർ തന്നെ ബാക്കി വിടാ. വിശക്കണ്ട ശ്രീലക്ഷ്മി? വിശക്കണ്ടോ? അല്ല, ഇത് ഫോൺ ഓഫ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഒരു ഫോറസ്റ്റ് ഓഫീസ് കണ്ട മോളിൽ ഏറ്റവും ടോപ്പില് ഒരു ചെറിയ വീട് കണ്ട അവിടെ മണ്ടയ്ക്ക് ഏറ്റവും അതാണ് കേരളത്തിന്റെ ഫോറസ്റ്റ് ഓഫീസ്. അത് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഫോറസ്റ്റ് ഓഫീസ്. മൊത്തം ഒരു 12 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഈ വഴി കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാൽ എത്താം. ഈ വണ്ടിയൊക്കെ പോയില്ല. കട്ട ഓഫ് റോഡ് അതെ. ഇതൊക്കെ കൃഷി സ്ഥലം കേട്ടോ മൊത്തം. സീസണില്ല ഇല്ല കളിച്ചു വെച്ചിരിക്കുക. ബീൻസ് മാത്രം ഒരു 15 ഐറ്റം ഉണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, ക്യാരറ്റ് അങ്ങനത്തെ എല്ലാ വെളുത്തുള്ളിൽ എല്ലാ സാധനവും ഈ സ്ഥലമാണ്. ഇതാണ് കൊട്ടാക്കുന്ന്. ഈ ഗ്രാമത്തിലാണ് മൊത്തം ഷൂട്ട് ചെയ്തത്. ഏറ്റവും ടോപ്പ് ഒരു വീട് കണ്ട അതിൻ്റെ അടുത്തൊരു ചെറിയ ഒരു മറ്റേ മണ്ണിൻ്റെ ഒരു വീടുണ്ടാവും. അതെ അതന്നെയാണ്. അതാണ് അതിന്റെ പിന്നെ ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട്
നമ്മൾ ചെക്ക് പോസ്റ്റ് ഇല്ല, ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് ഒരു റോഡുണ്ട്, ഓഫ് റോഡ്. ആ ഒരു നടന്നു ഞാൻ 7 കിലോമീറ്ററിൽ ഗുണാക്കിയൊക്കെ എത്താം. അല്ല ഗുണാക്ക് കൊടൈക്കനാലല്ലേ? അതാണ് ആ ഇത് എത്തിയില്ലോ കൊടൈക്കനാൽ. അവിടെ നിന്ന് ആ മലയുടെ അങ്ങോട്ട് ആ മലയുടെ. ഓക്കെ ഓക്കെ. മണ്ണൂർ മറ്റേ മണ്ണൂർ ക്ലാവറ പൂണ്ടി അങ്ങനത്തെ പോകും. നേരെ പോയി കൊടൈക്കനാൽ എത്താം. ഈ വഴിക്കൂടി പോയാൽ നേരെ ക്ലാവറ എത്തും 12 കിലോമീറ്ററിൽ. പിന്നെ മെയിൻ റോഡ് മൊത്തം 42 കിലോമീറ്റർ കൊടൈക്കനാൽ എത്താനാണ് വേണ്ടി. സിറ്റിക്ക് എത്താണെങ്കിൽ 42 ഓഫ് റോഡ് 9 കിലോമീറ്റർ 10 കിലോമീറ്റർ മൊത്തം കൃഷിയിട്ടത് ഒന്ന് കുഴിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ആ കാലത്തിൽ. പിന്നെ ഒരു ഗുഹഭാഗമാണ് ത്രികോണ ഷേപ്പില് ആദിവാസിന്റെ അമ്പലമാണ്. ഇപ്പൊ അത് ഇങ്ങോട്ട് കയറാൻ അവർക്ക് കയറാം. ആദിവാസികളല്ലേ, ഇതൊക്കെ ആദിവാസിയുടെ കൃഷി സ്ഥലങ്ങളാണ് മൊത്തം. അല്ല അമ്പലത്തോടെ എങ്ങനെ കയറും? നമ്മൾ കയറത്തില്ല, അവരെങ്ങനെ കയറും? അവര് ഈ വലിക്കൂടി നടന്നു പോകും. ഇത് മാത്രം മേളത്തില്ലേ? ഇവിടൊക്കെ അവിടെ കൃഷി സ്ഥലമാണ്. വഴിയുണ്ട്. വഴിയുണ്ട്. പിന്നെ ആ കാട് ഇപ്പൊ നമുക്ക് പോകുമ്പോൾ കാട് പോയി തോന്നുന്നു. മൊത്തം ഏലക്കയുടെ കാപ്പിയുടെ കൃഷിയാണ് മൊത്തം. നമ്മൾ ഒരു വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. അതൊരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോണത്. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യണത്. നമുക്ക് നോക്കാം. സ്ലിപ്പാവേ. വീഡിയോ റോളിംഗ് ആണ്. വീഡിയോ ആര് വീണാലും വീഡിയോ ഇടുന്നതായിരിക്കും. Come on, Kus. എങ്ങോട്ട് പോടി? ഇനിയുണ്ടോ? നമ്മളെ പോണില്ല, എനിക്ക് തോന്നുന്നു. കേട്ടറി. ഇനിയുണ്ടോ? ഓ മൈ ഗോഡ്. വഴി ഏതാ? കുറച്ചുള്ളൂ, പോയേക്കാം. ശ്രീലക്ഷ്മി എന്തോരമുണ്ട്? ഒരുപാടുണ്ടോ? കുറച്ച് മാത്രം ഒരു എന്തോരം സമയമുണ്ട്? സമയമില്ല.
ഒരു ചെറിയ കയറ്റം കയറിയാൽ മതി. ഓക്കെ കയറുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും. അത്രേ ഉള്ളൂ. 1 മിനിറ്റ് എടുക്കോ? അത്രേ 1 മിനിറ്റ്. എനിക്ക് പാമ്പുണ്ടാവോ? പാമ്പ് പാമ്പ് അടിച്ചു കൊടുക്കും. എനിക്ക് പാമ്പിന് മാത്രം വീഡിയോ അഡ്വഞ്ചറാണ്. അതില് നമുക്ക് തിരിച്ചു വരാലോ. അപ്പൊ എല്ലാം കാണിച്ചു ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. കണ്ടിട്ടാ പോകുന്നത്. അതെ കുനിയണാ. യെസ് യെസ് പോടി പോവാൻ പറ്റില്ലേ? എനിക്ക് പേടിയാവണ പോടി. അവിടെ വെളിച്ചമുണ്ടാ? ആ വെളിച്ചമുണ്ടാ പോടി. ഞാൻ എടി പോത്തെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഗുഹയുടെ ഉള്ളിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ വല്ലാത്തൊരു അഡ്വഞ്ചറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ പിടിക്കോ? ആ പോ. Oh my God. ഡേഡി ഗൈസ് ഞാനുണ്ട് ഗൈസ്. ഹലോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണോ ആള് പറഞ്ഞ തുരങ്കം. നിങ്ങളെക്കൊണ്ട് പറ്റും. യെസ് യു ക്യാൻ. ഞങ്ങൾ ഗുഹയുടെ ഉള്ളിലാണ് ഗൈസ്. എങ്ങനെയുണ്ട് മുകളിലോട്ട് കയറും? ആകെ മൊത്തം ഇരുട്ടാണ് ഗൈസ്. വണ്ടർഫുൾ. അയ്യോ നടക്കണല്ലേ ഇവിടെ. ഓ മൈ ഗോഡ്. എടി വെളിച്ചം കാണില്ല. കേറി. ഓ മൈ ഗോഡ്. കൊള്ളാം ഗൈസ്. ഞാൻ കയറാൻ ആദ്യം. നിക്കടി. അവള് കയറട്ടെ ആദ്യം. ഒരാൾ കയറട്ടെ. സൂപ്പർമാൻ. നോക്കി കയറേ. ഇതൊരു ഇടത്താണ്. മഞ്ഞമ്മൽ ഗൈസ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ ടോർച്ച് അടിച്ച് എനിക്ക് താഴത്തേക്ക് അടിച്ചാലോട്ടതിന്റെ. ഞാനിട്ടത്താണ്. വെളിച്ചം കണ്ടോ അവിടെ? ഒരു മിനിറ്റ് അത് തള്ളിത്തരാ. വെയിറ്റ്. ആ നിക്ക്. നീ അത് കേറ്. ഓ ഗൈസ്, ആകെ ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു ഹോളാത്താണ് ഗൈസ്. ഓ മൈ ഗോഡ്. പോട്ടെ പോട്ടെ. ആ വേണം വേണം. വെയിറ്റ്. ഈ ഫോൺ കൊടുത്തോ നോക്കിയേ. ഇതിൽ ഓൾറെഡി വീഡിയോ ഉണ്ട്. അത് എടുത്താ മതി. എന്നാ ഇതെടുത്ത് മറ്റേത് എടുത്ത് ഇതിലേ തിരിച്ചു പിടിച്ചാ മതി. അവള് വന്നത്. വെയിറ്റ്. ഇത് പിടിച്ചോ. പേടിക്കണ്ട. പിടിക്കാം. പതുക്കെ പതുക്കെ മോളിൽ നോക്കണം. പതുക്കണം. മോളി. ഓ എന്റെ എടുത്തോ. ഓക്കെ. ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കണേ. ഒരു മിനിറ്റ്. അവിടെ നിൽക്കേ. ആ മൊബൈൽ ലൈറ്റ് കൊടുത്തിട്ട് കേട്ടോ. അല്ല അതിനല്ല. എന്തായി? ആ ഇല്ല ഞാനേ ഒരു ഗുണാക്കേവില ശരിക്കും വീണാളുടെ അവസ്ഥ ആലോചിക്കായിരുന്നേ. അതിനെല്ലാം ആ പടം ഓടുന്ന ഒന്ന് ഓടിക്കുമ്പോ അൺബിലീവബിൾ. സത്യമല്ലേ? നമുക്ക് പറയുമ്പോ നമുക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. അതെ സത്യം. ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇത്ര ഈ ഇരുട്ടത്ത് കിടക്കണേന് സമ്മതിക്കണം. അമ്മോ ഇത് ചെറുതാണ് കേട്ടോ. മറ്റേ അതിനൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. ഓ എന്റെ മോനെ. കേറിക്കോ. എന്റെ ദൈവമേ. ഇല്ല ഞാൻ ഇല്ല ഞാൻ തിരിച്ചുള്ളിൽ പോയതാ. മറ്റേ പുള്ളി എങ്ങനെ കിടന്നേന്ന് അറിയാനായിട്ട് ആ ഇരുട്ടത്ത്. ഇപ്പൊ നമ്മള് ടോർച്ചടിച്ചല്ലേ വന്നേ. ശരിക്കും ഗുണാക്കി പോയ ആളെങ്ങനെ ഇരുട്ടത്ത് കിടന്നേന്ന് വെച്ചിട്ടേ ഞാൻ എന്റെ ഉള്ളിലോട്ട് പോയതാ. ഇരുട്ടുണ്ടല്ലോ.
ഇറങ്ങ്. സെയിം 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 ബട്ട് ഡിഫറെന്റ്. എന്റെ ചെരുപ്പിന് ഇതില്ല. അയ്യോ. ആടി ഇത് മേലിക്കിറങ്ങണേ. Bah, please. This is a real adventure, please. കർത്താവേ, നോക്കിയേ. Wow. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ് കയറാൻ പറ്റുമോ? അത് പൊക്കിയാ മതി. How's your experience? മോനെ ആ കേവിനുള്ളിൽ കൂടെ പോയത് എനിക്ക് ഇഷ്ടമായി. അടിപൊളി, ഒന്നും പറയാനില്ല. ഇപ്പൊ നമ്മളെ കിട്ടണേ. ഇനി 2 സ്ഥലം കൂടി പറഞ്ഞു, ടൈം ആയതുകൊണ്ട് അറിയില്ല, നോക്കാം. നമ്മൾ പോവാണ് ഇവിടെ നിന്നും. നമുക്കറിയില്ല ചെക്ക് പോസ്റ്റ് കടത്തി വിടുമോ ഇല്ലയോ എന്നൊന്നും. പിന്നെ ആന വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയണത്. അപ്പോൾ ആന വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അതെ, അപ്പം ഞങ്ങളും പ്രാർത്ഥിച്ചൊക്കെയാണ് പോണത്. അത് എമർജൻസി ആയതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഞങ്ങളിവിടെ ഇറങ്ങാണ്, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പം നോക്കാം. ഇത് ചെക്ക് പോസ്റ്റ് അടച്ചു. ചോദിക്കാന്നാണ് പറയുന്നത്. ആരാണ് പോണേ? ഗൈസ്, നമ്മൾ കാണാൻ പോകുന്നത് ചെക്ക് പോസ്റ്റ് തുറക്കുമോ ഇല്ലയോ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്ന് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടാണ്. അല്ലേ ശ്രീലക്ഷ്മി? യെസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. How is your experience? ഉറക്കം വന്നു. പേടിച്ചാ? പേടിച്ചു. ഏത് നിമിഷം തുറക്കരുത്. മുമ്പിലെത്താമെന്നുള്ളത്. ഇറങ്ങിക്കോ. എന്നാ എനിക്ക് തുറന്നൊക്കെ തന്നെ പോയ
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് വീടെത്താറായിട്ടില്ല, 2 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഉറക്കക്ഷീണമായി ടയേർഡായി അല്ലേ? അപ്പം നമ്മളിനി കിടന്നുറങ്ങാൻ പോവാണ്. നമ്മൾ വ്ലോഗ് എടുക്കില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പോയില്ലേ?